ഒരു സാന്ത്വനം മൃദു സാന്ത്വനം ഇനി എവിടെയാണ് ഇനി എവിടെയാണ് ഇനി എവിടെയാണ് ഇനി ഉണരുന്നൊരു ദിനന സൂര്യമുഖം ഇനി ഒരു പുതിയ മുഖം പുതിയ മുഖം ഇനി ഒരു പുതിയ മുഖം. ശ്രുതിയൊക്കെ പിടിച്ച് പാടാൻ അറിയാം. നമ്മുടെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസിന്റെ ഭാഗമായി ദുബായ് ആൻഡ് ഖത്തറിൽ പോയപ്പോൾ രാജുവേട്ടനും ബേസിലേട്ടനും ഓഡിയൻസിന് വേണ്ടിയിട്ട് പാട്ട് പാടിയിരുന്നു. യെസ് യെസ്, എനിക്ക് തോന്നുന്നു ഈ ഒരു നിമിഷത്തിലാണ് നിങ്ങൾ എല്ലാവരും കാത്തിരുന്നത്. സോ തുടക്കത്തിൽ ഞാൻ നമ്മുടെ ട്രെൻഡിങ് റീലിന്റെ സ്റ്റൈലിൽ എല്ലാവരും ഇൻവൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഒരു മടിയും കൂടാതെയാണ് രാജുവേട്ടൻ നമുക്കായിട്ട് അത് ചെയ്തത്. സോ നൗ കൊച്ചിക്ക് ഇത്രയും മലയാളികൾ ഇങ്ങനെ നിൽക്കുമ്പോൾ രാജുവേട്ടന്റെ പാട്ട് കേൾക്കാതെ ഇങ്ങനെ നമുക്ക് മുന്നോട്ട് പോകും. രാജുവേട്ട പ്ലീസ് പ്ലീസ് എന്ന് തന്നെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ഒരു സെലിബ്രേഷൻ വരുമ്പം പാടാതെ എങ്ങനെയാണ് രാജുവേട്ട? ഹൗ ക്യാൻ വി ലൈക്ക് കൺക്ലൂഡ് വിത്തൗട്ട് യുവർ സോങ്? പുറത്ത് പോയപ്പോ പാടിയപ്പോ മലയാളികൾക്ക് വേണ്ടി പാടണ്ടേ? നിങ്ങളുടെ എനർജി നല്ലപോലെ ഹൈ ആണെങ്കിൽ രാജുവേട്ടൻ ഒരു മടിയും കൂടാതെ പാടുന്നതായിരിക്കും. So come on, show your love people. രാജുവേട്ട പ്ലീസ്. എനിക്ക് തോന്നുന്നു എൻ്റെ പാട്ടിനേക്കാൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ജനത്തിന് കേൾക്കാൻ താല്പര്യം ബേസിലിന്റെ പാട്ടാണ്. എനിക്കും ആക്ച്വലി ബേസിലിന്റെ പാട്ട് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ മിനിഞ്ഞാന്ന് വൈകുന്നേരം ലാസ്റ്റ് കേട്ടത്. അതുകൊണ്ട് ബേസിൽ ഞാൻ മൈക്ക് കൈമാറാം. ബേസിലേട്ടന്റെ പാട്ട് ഉണ്ടായിരിക്കും. 2 പാട്ട് പേര് താങ്ങില്ല. ഇല്ല എന്നാ രണ്ടുപേരുടെ ഒരു ഗ്രൂപ്പ് സോങ് ആയാലോ? അത് ഇതുവരെ ആരും കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? സൂപ്പർ ആയിരിക്കും. ബേസിലേട്ടൻ ഫുൾ സപ്പോർട്ട് തരുന്നുണ്ട്. ഓക്കെ. മറ്റേ കാതുണരും രോദനമെന്നോ ദൂരെ ദൂരെ ഒരു സാന്ത്വനം മൃദു സാന്ത്വനം എന്നെവിടെയാണ് ഇനി എവിടെയാണ് ഇനി എവിടെയാണ് ഇനി രാജുവേട്ട ആ ഒരു ലൈൻ ഒന്നുകൂടെ വൈൻഡപ്പ് ചെയ്ത് ബേസിലേട്ടന്റെ പുതിയ മുഖം അതൊന്നുകൂടെ. ഓക്കെ യെസ് കം ഓൺ. ഒരു സാന്ത്വനം ഒരു സാന്ത്വനം മൃദു സാന്ത്വനം ഇനി എവിടെയാണ് ഇനി എവിടെയാണ് ഇനി എവിടെയാണ് ഇനി ഉണരുന്നൊരു ദിനന സൂര്യമുഖം ഇനി ഒരു പുതിയ മുഖം പുതിയ മുഖം ഇനി ഒരു പുതിയ മുഖം. ശ്രുതിയൊക്കെ പിടിച്ച് പാടാൻ അറിയാം. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ് എന്ന് പാടിയത്. എന്നാലും ജുഗൽബന്ദി ആയില്ലേ ഇവർക്ക് വേണ്ടി. You are excited and what's the feeling running in your mind? നമസ്കാരം. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും വലിയ നന്ദി. ഗുരുവായൂർ അമ്പലനടയിൽ ഞാൻ പേഴ്സണലി സിനിമ കാണുന്ന ആദ്യം നടനാവുന്നതിന് മുമ്പും സംവിധായകൻ നിർമ്മാതാനാവുന്നതിനൊക്കെ മുമ്പ് ഒരു സിനിമ ആസ്വാദകനാണ്. അപ്പോൾ ഒരു സിനിമ ആസ്വാദകൻ എന്ന നിലയിൽ കുറേ വർഷങ്ങളായിട്ട് ഭയങ്കരമായി മിസ് ചെയ്യുന്ന തരത്തിലുള്ളൊരു സിനിമയാണ്. ഈ ഒരുപാട് നടീനടന്മാരും 2 വലിയ കുടുംബങ്ങൾ, അവർക്കിടയിൽ നടക്കുന്ന ഒരു കല്യാണം, അവിടുത്തെ തെറ്റിദ്ധാരണകൾ, ഇതിൻ്റെയൊക്കെ ഇടയിൽ 2 ലേശം കിളിപോയ അളിയന്മാർ, അതിൽ ഒരു കിളിപോയ അളിയനായിട്ട് ബേസിലും മറ്റേ കിളിപോയ അളിയനായിട്ട് ഞാനും, അങ്ങനെ മൊത്തത്തിലൊരു രസമുള്ള പരിപാടിയാണ്. അപ്പോൾ എല്ലാവരും കുടുംബസമേതം ഈ 16-ാം തീയതി സിനിമ തിയേറ്ററിൽ പോയി കാണണം. വീട്ടിലെ കൊച്ചു കുട്ടികൾ മുതൽ അപ്പൻ അമ്മ വരെ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കണ്ട് കുറച്ചൊക്കെ ചിരിച്ച് ആസ്വദിച്ച് വരാൻ കഴിയുന്നൊരു സിനിമയാണെന്ന് ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ ഓക്കെ, 16-ാം തീയതി തിയേറ്ററിൽ കാണാം. താങ്ക് യു വൺസ് അഗൈൻ. എല്ലാവരും അയ്യോ കൊച്ചു. So രാജുവേട്ടൻ്റെ ഒരു ഗ്യാരണ്ടി നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ആൻഡ് ഓഫ് കോഴ്സ് യു ഇൻവൈറ്റഡ് എവറിബഡി ടു തിയേറ്റേഴ്സ് ഓൺ May 16th. അതൊരു പക്ഷേ കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ട് നമുക്ക് ചെയ്യാമല്ലേ? ട്രെയിലറിൻ്റെ എൻഡിൽ രാജുവേട്ടൻ ഒരു ട്രെൻഡിങ് റീലിൻ്റെ
ഒരു റെപ്ലിക്ക ആയിട്ട് കൈ ചൂണ്ടി എല്ലാവരും കല്യാണത്തിന് വരണം എന്ന് പറഞ്ഞു. സോ രാജുവേട്ട ഒരു ഹംബിൾ റിക്വസ്റ്റ്, അതേ സ്റ്റൈലിൽ അതേപോലെ തന്നെ എല്ലാവരും സിനിമയ്ക്ക് കൂടെ ഒന്ന് വിളിക്കാവോ പ്ലീസ്? ഈ വരുന്ന 16-ാം തീയതി എന്റെ സിനിമ റിലീസാണ്, നിങ്ങൾ എല്ലാവരും വരണം. ഇതിൽ കൂടുതൽ നമുക്ക് എന്ത് വേണം അല്ലേ? താങ്ക് യു സോ മച്ച്. സോ അളിയൻ സ്റ്റേജിൽ തന്നെ നിൽക്കട്ടെ. കിളിപോയ മറ്റേ അളിയനെ വേദിയിലേക്ക് വെൽക്കം ചെയ്യാനുള്ള ടൈം ആയിരിക്കുകയാണ്. ഗുരുവായൂർ അമ്പലനടയിൽ പാൻ ഇന്ത്യൻ സ്റ്റാർ പൃഥ്വിരാജിനോടൊപ്പം ഹോംലി സ്റ്റാർ നമ്മുടെ സ്വന്തം ബേസിൽ ജോസഫ്. ഹോംലി സ്റ്റാറിന്റെ സെലിബ്രേഷൻ നോക്കൂ. ഒരു താരത്തിനും കിട്ടാത്തൊരു എൻട്രിയാണ് സ്റ്റേജിലേക്ക് കിട്ടിയിരിക്കുന്നത്. ഹായ് ഹോംലി സ്റ്റാർ, ഹായ് അളിയൻ, കിളിപോയ അളിയൻ. യെസ്, എന്നെ നോക്കി പഠിപ്പിക്കുകയാണോ? ബേസിലേട്ടന്റെ അഭിനയം നമുക്ക് കാണണ്ട അല്ലെ? ആളെ കണ്ടാൽ തന്നെ നമ്മൾ ശരിക്കും ആ ഒരു ബുള്ളറ്റ് എഞ്ചിൻ ചിരി കേട്ടാൽ തന്നെ നമ്മൾ ശരിക്കും. ഇവിടെ എന്തോ കൗണ്ടർ വന്ന് ഞാൻ കേട്ടില്ല. ബട്ട് സ്റ്റിൽ ബേസിൽ ജോസഫ് വൺ സപ്പോർട്ടാണ്. ക്രൂ മെമ്പേഴ്സിന്റെ അടുത്ത് തന്നെ വൺ സപ്പോർട്ടാണ്. ഹോംലി സ്റ്റാറിന്റെ ഒരു വരവേൽപ്പ്, ദാറ്റ് വാസ് സോ ബ്രില്യന്റ്. സോ ഹൗ ആർ യു ഫീലിംഗ്? എല്ലാവർക്കും നമസ്കാരം. ഇത് ഞാൻ കാശ് കൊടുത്ത് ഏൽപ്പിച്ചല്ല, സത്യമായിട്ടും ഓർഗാനിക്കായിട്ട് സംഭവിച്ചതല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം രാജുവേട്ടൻ്റെ കൂടെ ഇങ്ങനെ ഒരു സിനിമ ഒരുമിച്ച് ഇങ്ങനെ ഒരു അളിയനായിട്ട് അഭിനയിക്കാൻ പറ്റിയെന്നൊക്കെ പറയുന്നത് ഭയങ്കര സന്തോഷമുണ്ട്. ഇതിൻ്റെ റൈറ്റർ കുഞ്ഞുരാമായണം എന്ന് പറയുന്ന എൻ്റെ ആദ്യമായിട്ട് ഞാൻ ചെയ്ത സിനിമയുടെ റൈറ്ററാണ്. ദീപു ആണ് ഇതിൻ്റെ റൈറ്റർ. അതുപോലെ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് ഗോദ എന്ന് പറയുന്ന സിനിമയുടെ പ്രൊഡ്യൂസ് ചെയ്ത് E4 എൻ്റർടൈൻമെൻ്റ് ആണ്. അതുപോലെ ഇതിൻ്റെ സംവിധായകൻ എന്ന് പറയുന്നത് ജയ ജയ ഹേ എന്ന് പറയുന്ന സിനിമയുടെ സിനിമ സംവിധാനം ചെയ്ത വിപിൻ ചേട്ടനാണ്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും കൂടെ വീണ്ടും ഇങ്ങനെ ഒരു സിനിമയിൽ ഇത്രയും വലിയ സ്റ്റാർ കാസ്റ്റിൻ്റെ കൂടെ നിഖില വിമൽ, അനശ്വര, അതുപോലെ അശ്വിൻ, സിജു, സാഫ് ബോയ്, അഖിലേട്ടൻ, അങ്ങനെ ഒരുപാട് ആഷിഖ്, ഇതുപോലെ ഒരുപാട് നല്ല ആക്ടേഴ്സിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റി. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇത്രയും വലിയ സ്കെയിലിലുള്ള ഒരു സിനിമ, രാജുവേട്ടൻ പറഞ്ഞ പോലെ ഒരു ഫൺ ഫാമിലി പോപ്കോൺ എൻ്റർടൈനർ എന്ന് പറയുന്ന പോലത്തെ ഒരു സിനിമയാണ്. അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. മെയ് 16-ാം തീയതി തിയേറ്ററിൽ എല്ലാവരും വരണം. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ട്രെയിലറിൽ ബേസിലേട്ടൻ പറയുന്നുണ്ട് ആനന്ദേട്ടാ നിങ്ങളാണ് ഹീറോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ സിനിമയിലെ യഥാർത്ഥ ഹീറോ ആരാണ്? അല്ലെങ്കിൽ കൂടുതൽ കിളി പോയ ഏറ്റവും കിളി പോയത് ഡയറക്ടർ വിപിൻ സാറിനാണല്ലേ? എന്നാലും അളിയന്മാരിൽ ഏറ്റവും കിളി പോയ അളിയൻ അല്ലെങ്കിൽ ഒരു ഹീറോ ആരാണെന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ ആരായിരിക്കും? ആനന്ദ് ഓർ കൂടുതൽ കിളി ആരുടെയാണ് പോയതെന്നും ആരാണ് നായകൻ ആരാണ് വില്ലൻ എന്നുള്ളതാണ് സിനിമയുടെ കഥ. അപ്പൊ അത് ഇപ്പൊ പറയണ്ടല്ലോ. യെസ്, അത് നമുക്ക് 16-ാം തീയതി കണ്ടു തന്നെ അറിയാം.